ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇവിടെ ഒരു ചിക്കൻ കറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാമോ? ഒന്ന് അടിപൊളി ചിക്കൻ കറിയാണ് കേട്ടോ. നിങ്ങൾ ബാച്ചിലേഴ്സ് ആണോ ആണെങ്കിലും പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ഒറ്റയ്ക്ക് താമസിച്ച് ചിക്കൻ കറി ഒന്നും ഉണ്ടാക്കാൻ അറിയാത്ത കുട്ടികൾക്കൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയാൽ നല്ല ടേസ്റ്റാണ്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം, ഒരുപാട് പണിയൊന്നുമില്ല അത് ഉണ്ടാക്കാൻ. ഗസ്റ്റൊക്കെ പെട്ടെന്ന് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ചിക്കൻ കറി ഉണ്ടാക്കാൻ അറിയില്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെടും. അത്രയ്ക്ക് ടേസ്റ്റാണ്. ഞാനിവിടെ 2-3 പ്രാവശ്യം ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കിയിട്ടാണ് നിങ്ങൾക്കിത് അയച്ചു തരുന്നത്, റെസിപ്പി കാണിച്ചു തരുന്നത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കാമെന്നൊന്ന് കാണിക്കാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. പെർഫെക്റ്റ് ആയിട്ട് ചിക്കൻ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അവസാനം വരെ കണ്ടാലേ മനസ്സിലാവുള്ളൂ. ആദ്യം നമ്മൾ ടേബിളിൻ്റെ മുകളിലേക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും എടുത്ത് വെക്കണം. പിന്നെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മാറണ്ട. അപ്പോൾ ഞാൻ എല്ലാ സാധനവും എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 3 മീഡിയം സൈസിലുള്ള സവോളയാണ്. അത് ഞാൻ വലുതാക്കിയിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാനുള്ള ഇതിലൊന്ന് നിങ്ങളൊന്ന് കട്ട് ചെയ്താൽ മതി. ഇതുപോലെ കട്ട് ചെയ്ത ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളി, മീഡിയം സൈസിലുള്ള തക്കാളി ആണെങ്കിൽ ഒരു തക്കാളി ഇട്ടാൽ മതി. ഞാൻ ചെറിയ തക്കാളി അതിന് 2 ചെറിയ തക്കാളി ഇട്ടിട്ടുണ്ട്. അതും കൂടി ഞാൻ മിക്സിയിലേക്ക് ജാറിലേക്ക് ഇട്ടിട്ട് ഒരു കഷ്ണം ഇഞ്ചി കട്ടിയൊന്നും വേണ്ട, ഇഞ്ചി അതുപോലെ തന്നെ ഇടാം. ഒരു 10 അല്ലി വെളുത്തുള്ളി, 2 പച്ചമുളക്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പച്ചമുളക് എക്സ്ട്രാ എടുക്കാം. പിന്നെ ഒരു സ്പൂണ് നാരങ്ങ നീര്, ഒരു സ്പൂണ് വെളിച്ചെണ്ണ, കോക്കനട്ട് ഓയിൽ, അതാണ് ഞാനിവിടെ ഒഴിക്കുന്നത്. നല്ല ടേസ്റ്റാണ് കോക്കനട്ട് ഓയിൽ. എന്നിട്ട് നന്നായി ഒന്ന് മിക്സിയിൽ നന്നായി പേസ്റ്റ് രൂപത്തിലൊന്ന് അടിച്ച് അതൊന്ന് മാറ്റി വെക്കണം. അപ്പോഴേക്കും നമുക്കൊരു പാൻ അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് ഞാൻ ഒരു 3 സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അത് നന്നായി ചൂടായി വരുമ്പോൾ ഒരു 1.5 സ്പൂണ് പെരിഞ്ജീരകം അതിലേക്ക് ഇടുകയാണ്. വലിയ ജീരകമാണ് കേട്ടോ, പെരിഞ്ജീരകം എന്ന് പറഞ്ഞാൽ ചെറിയ ജീരകമല്ല. അത് നന്നായി ചൂടായി വരുമ്പോൾ നമുക്ക് കറിവേപ്പില ഇടാം. ഫ്രഷ് കറിവേപ്പില കഴിയുന്നത് ഇടുക. എന്നിട്ട് നന്നായി ഇതൊന്ന് വഴറ്റി കറിവേപ്പില ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് പൊടികൾ ഇടാനുണ്ട്. ഒരു 1.5 സ്പൂണ് കാശ്മീരി ചില്ലിയാണ് ഞാനിവിടെ ഇട്ടത്. കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ടത്. നല്ല കളറുണ്ടാവും, അതിന് വേണ്ടിയിട്ടാണ് അത്. പിന്നെ ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1.25 സ്പൂണ് ഗരം മസാല, പിന്നെ ഒരു 1.5 സ്പൂണ് മല്ലിപ്പൊടി. ഇത്ര ഇട്ടിട്ട് നന്നായി അതിൻ്റെ പച്ച സ്മെല്ല് പോകുന്നവരെ ആ എണ്ണയിൽ വെച്ചിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നന്നായി ഒന്ന് വഴറ്റി ഇതുപോലെ ആയി വന്നു കഴിഞ്ഞാൽ ഒരുപാട് കരിയരുത്. ഗ്യാസ് പെട്ടെന്ന് മുളക് പൊടിയൊക്കെ കരിയുന്നതുകൊണ്ട് പെട്ടെന്ന് സിമ്മിലേക്ക് ആക്കണം. നന്നായി ഒന്ന് ചൂടായി നന്നായി ഒന്ന് കളർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ അരച്ച് വെച്ച പേസ്റ്റ് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കി നന്നായി ഒന്ന് ഇതിൽ മിക്സായിട്ട് ഒരു 5 മിനിറ്റോളം ഒന്ന് ഇളക്കി സെറ്റാവണം. അപ്പോഴേക്ക് കണ്ട ഇതുപോലെ ഇളക്കണം. ഗ്യാസ് എപ്പോഴും നേരത്തെ നമ്മൾ പൊടികൾ ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഗ്യാസ് എപ്പോഴും സിമ്മിലാക്കണം, അല്ലെങ്കിൽ മുളക് പൊടി കരിയാൻ നല്ല ചാൻസ് ഉണ്ട്. എല്ലാ പൊടികളും കരിഞ്ഞു പോകും. അപ്പോൾ ചെറുതായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറുതാക്കാൻ പറ്റിയിട്ടില്ല, നിങ്ങൾ ഓഫ് ചെയ്തിട്ടൊന്ന് മുളക് പൊടികൾ ഇട്ടിട്ട് ഒന്ന് ഓൺ ചെയ്താൽ മതി. പിന്നെ ഈ മിക്സിയിൽ നമ്മൾ അടിച്ചു വെച്ചതും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് ചൂടായിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കനും കൂടി ഇട്ട് അതിനാവശ്യമുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കണം. ഒരു 5 മിനിറ്റ് ഇളക്കി കഴിഞ്ഞാൽ പിന്നെ ആ മിക്സിയിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി ഒന്ന് എല്ലാ സൈഡിലും നന്നായി ഇളകി എന്ന് ഉറപ്പ് വരുത്തണം. എന്നിട്ട് നമുക്കൊന്ന് നന്നായി ഒരു പ്ലേറ്റ് വെച്ച് അടച്ച് അതിൻ്റെ മൂടി വെച്ചിട്ട് അടച്ച് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് 10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കൊന്ന് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ ഗ്യാസ് നമ്മൾ ഇങ്ങനെ വെള്ളം ചിലപ്പോൾ ഇല്ലെങ്കിൽ നമ്മൾ അടിയിലിങ്ങനെ പിടിച്ചു പോകും. അതുകൊണ്ടാണ് നിങ്ങൾ 10 മിനിറ്റ് കൂടുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഞങ്ങളൊരു കുറച്ചും കൂടി കഴിയുമ്പോൾ നമ്മൾ നന്നായി ഇത് വറ്റിയെടുക്കും. നിങ്ങൾക്ക് കറിയാണ് ആവശ്യമെങ്കിൽ കുറച്ച് വെള്ളത്തോട് കൂടി എടുക്കാം. ഞാനിവിടെ കുറച്ച് ഡ്രൈ ആയിട്ടാണ് ചെയ്യുന്നത്. അവിടെ ഞാൻ കുറച്ച് വെള്ളം വറ്റിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് രൂപത്തിലാണോ വേണ്ടത് ആ സമയത്ത് നിങ്ങൾക്ക് ഓഫ് ചെയ്തിടാം. എന്നിട്ട് ഞാൻ നീളത്തിലരിഞ്ഞ് കുറച്ച് ഇഞ്ചി അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിച്ചപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട്. മല്ലിയില ഇഷ്ടപ്പെടാത്തവർ പുതിനയുടെ ഇല ഇടാം. പിന്നെ പച്ച വെളിച്ചെണ്ണയും കൂടി അതിലേക്ക് ഒരു 3-4 സ്പൂണ് നമ്മൾ ആവശ്യത്തിനനുസരിച്ച് അതിലേക്ക് ഒഴിച്ച് നന്നായി ഒന്ന് ഇളക്കി കഴിഞ്ഞാൽ ഈസി ആയിട്ടുള്ള ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ് കേട്ടോ.
അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് ചിക്കൻ കറി ഇനി ഉണ്ടാക്കാൻ അറിയില്ല എന്ന് ആരും പറയരുത്, ഇതുപോലെ ഉണ്ടാക്കി നോക്കണം. അപ്പോൾ നിങ്ങളെല്ലാവരും ഒരു പ്രാവശ്യം വെച്ചാൽ ഉറപ്പാണ് ഇതുപോലെ തന്നെ വെക്കുള്ളൂ, അത്രയ്ക്കും ടേസ്റ്റാണ്. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ കാണാത്തവരൊക്കെ ഒന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് എന്നെ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് എന്താ ഇത് വെച്ച് നോക്കിയിട്ട് എന്താ അതിൻ്റെ അഭിപ്രായം ഒന്നും കൂടി നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു.